ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൃഷ്ണമോൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് എത്താണ്. അപ്പോൾ പുറത്ത് ആരുടെ കാർ എടുക്കുന്നത് തന്നെയാണ് ചേച്ചി. അപ്പോൾ ആരെയാണെന്ന് ഊഹിക്കാമോ എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ കൃഷ്ണമോൾ ഇങ്ങനെ ആകെ ഒരു സംശയത്തോടു കൂടിയത് നീലഗിരിയിൽ നിന്ന് ഗംഗാധരൻ അല്ലേ എന്ന് ചോദിക്കുകയാണേ. ആ അതെ, ആൻറ്റി ഉണ്ടോ എന്ന് ചോദിക്കാൻ. ആ അതെ, ആൻറ്റി ഉണ്ടോ എന്ന് പറയും കേട്ടോ. ആഹാ, അവർ വന്നല്ലേ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടി സംസാരിക്കുകയാണേ. അപ്പോൾ പറയുന്നുണ്ട്, എനിക്കറിയില്ലായിരുന്നു ഇവർ ആരാണെന്ന് ഞാൻ കണ്ടിട്ടില്ല. ആ അങ്കിളേ പട്ടാളക്കാരൻ. ആ അതെനിക്കറിയാം, മുത്തശ്ശി എന്നോട് പറഞ്ഞിട്ടുണ്ട് അങ്കിള് പട്ടാളക്കാരനാണെന്ന്. അതിന് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് ഗംഗാധരനും മാലതിയും കൂടെ വരികയാണ് കേട്ടോ. ആഹാ, കൃഷ്ണമോള് വന്നോ എന്ന് പറയാണ് കേട്ടോ. മോൾക്ക് ഇന്ന് ക്ലാസ് ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനിന്ന് ഹോസ്പിറ്റലിൽ പോയിരിക്കുകയായിരുന്നു അച്ഛനെ കാണാനായിട്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ അച്ഛൻ ഇപ്പം എങ്ങനെയുണ്ട് ആന്ന് ചോദിക്കും. അപ്പോൾ അച്ഛൻ ICUവിലാണ് എന്ന് പറയും കേട്ടോ. കുഴപ്പമൊന്നുമില്ലല്ലോ, സംസാരിച്ച മോൾ? ആ സംസാരിച്ചു എന്നൊക്കെ പറയും. അപ്പം കൃഷ്ണമോൾ ഇങ്ങനെ ചേർത്തിയെടുത്തിട്ട് മാലതി പറയാണ്, ദേ കണ്ടോ നല്ല പൊക്കം വെച്ച് 3 മാസത്തിനുള്ളിലോ ആൻറ്റീന്ന് ചോദിക്കുകയാണ്. ആ മരിപ്പിന് വന്നപ്പോൾ ഇത്രയ്ക്ക് ഹൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പം നന്നായിട്ട് പൊക്കം വെച്ചു എന്നൊക്കെ പറയുകയാണേ. അങ്ങനെ അപ്പോൾ ബബിതയും രോഹിത്തൊക്കെ എവിടെയും ചോദിക്കുമ്പോൾ ബബി ചേച്ചി ഏതോ ഫ്രണ്ടിൻ്റെ അടുത്ത് പോയിരിക്കുകയാണ്. രോഹിയേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത് ഞാൻ വരുന്ന സമയത്ത്, ഞാൻ പോകുന്ന സമയത്ത് എന്നൊക്കെ പറയും. അങ്ങനെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ പറയുകയാണ്. അപ്പോഴേക്കും അലീന കൃഷ്ണമോൾക്ക് ലൈം ജ്യൂസ് എടുത്ത് കൊടുക്കും കേട്ടോ. അതേ കൃഷ്ണമോളെ ഇതേ ലൈം ജ്യൂസ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയും കേട്ടോ. അപ്പോൾ അങ്ങനെ അതെടുത്തിട്ട് കൃഷ്ണമോള് പറയാണ്, ഞാൻ സത്യത്തിൽ ഇങ്ങോട്ട് കയറി വരുമ്പോൾ മനസ്സിലിങ്ങനെ ആലോചിച്ചുള്ളൂ ഒരു ലൈം ജ്യൂസ് കിട്ടിയെങ്കിൽ എന്നിട്ട്. അപ്പോൾ അപ്പോഴേക്കും അലീന ചേച്ചി കൊണ്ടുവന്നു എന്ന് പറയും. അപ്പോൾ അവർക്കും ലൈം ജ്യൂസ് വേണമെന്ന് ചോദിക്കുമ്പോൾ വേണമെന്ന് പറയും കേട്ടോ ഗംഗാധരനും മാലതി. അപ്പോൾ അലീന അത് എടുക്കാൻ പോകും. അപ്പോൾ ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, മോളും അലീനയും തമ്മിൽ നല്ല സ്നേഹത്തിലാണോ എന്ന് ചോദിക്കേ. ആ എനിക്ക് ചേച്ചി സ്വന്തം ചേച്ചിനെ പോലെയാ, ഞങ്ങൾ ചേച്ചി വന്നിയെത്തിയ ഞങ്ങൾ തമ്മിലുള്ള ഭയങ്കര കോമ്പോ ആണ് എന്നൊക്കെ പറയും. എനിക്ക് അലീന ചേച്ചിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറയും. അപ്പോൾ അവർക്ക് മനസ്സിലാവാണ് കേട്ടോ അലീന അത്രയും നല്ലൊരു കുട്ടിയാണെന്നുള്ള കാര്യമൊക്കെ കൃഷ്ണമോളുടെ അതിൽ നിന്ന് മനസ്സിലാവാണേ. അപ്പോൾ അലീനനെ കുറിച്ച് ഇങ്ങനെ വായതോരാതെ സംസാരിക്കുന്ന കണ്ടപ്പോൾ ഗംഗാധരൻ ഇങ്ങനെ ചോദിക്കുകയാണ് കൃഷ്ണമോളോട്, അലീനയ്ക്ക് എന്തോ ഒരു അപകടം സംഭവിച്ചെന്ന് പറഞ്ഞല്ലോ, എന്താ അതെന്ന് ചോദിക്കും. അത് പറഞ്ഞതോട് കൂടിയിട്ട് പെട്ടെന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പം കൃഷ്ണമോള് പറഞ്ഞിട്ടോ അലീന ചേച്ചിക്ക് എന്നെ ഹോസ്പിറ്റലിൽ ആക്കിയപ്പോൾ ഞാനാണ് ബൈസ്റ്റാൻഡറായിട്ട് നിന്നതെന്നൊക്കെ പറഞ്ഞപ്പോഴാണ് ഒരു അപകടത്തെക്കുറിച്ച് ചോദിക്കുന്നത്. അപ്പോൾ കൃഷ്ണമോൾക്ക് എന്ത് പറയണമെന്ന് അറിയാതെ ഇങ്ങനെ തപ്പിത്തടയാണ് കേട്ടോ. അപ്പോൾ ഗംഗാധരൻ പറയും മോളെ എന്ന് പറയും. അത് പിന്നെ എന്താ തപ്പിത്തടയണേന്ന് ചോദിക്കും. അത് അലീന ചേച്ചിയുടെ വയറ്റിലൊരു കത്രിക കൊണ്ടുവന്ന് പറയും. ഇതെന്താ ഇങ്ങനെ പറയണത്? മോളുടെ മുഖം പറയുന്നുണ്ട് മോള് പറയുന്നത് കള്ളമാണെന്ന്. സത്യമല്ല എന്നുണ്ടെങ്കിൽ അത് മുഖം വിളിച്ച് പറയും. എന്തായാലും ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഇതും കൂടെ അറിയണം. പറയും ശരിക്കും എന്താണ് അന്ന് സംഭവിച്ചത്, അലീനയ്ക്ക് എങ്ങനെയാണ് അങ്ങനെ ഒരു അപകടം ഉണ്ടായിരുന്നു ചോദിക്കുമ്പോൾ ആ ലൈം ജ്യൂസ് ടേബിളിൻ്റെ മുകളിൽ തന്നെ കൊണ്ടുവയ്ക്കുകയാണ്. എന്നിട്ട് പറയും, അത് രോഹിയേട്ടനും കൊല്ലപ്പിള്ളിയിലെ ഹരിച്ചേട്ടനും കൂടിയിട്ട് അലീന ചേച്ചിയെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറയും. ഇത് കേട്ടോട് കൂടിയിട്ട് ഗംഗാധരനും മാലതി ആകെ ഞെട്ടിത്തരിക്കുകയാണ് കേട്ടോ. രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ്. അപ്പോൾ രക്ഷപ്പെടാനായിട്ട് അലീന ചേച്ചിക്ക് വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ഉണ്ടായിരുന്ന ഒരു കത്രിക എടുത്ത് സ്വയം വയറ്റി കുത്തി കയറ്റി ആത്മഹത്യക്ക് ശ്രമിച്ചതാണ് എന്ന് പറയും കേട്ടോ. രക്ഷപ്പെടാൻ വേണ്ടി ചെയ്തതാണെന്ന് പറയുമ്പോൾ ഗംഗാധരനും മാലതിക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവരിങ്ങനെ അടുത്ത് വന്നിട്ട് ചോദിക്കും, മോളെ എന്തേ പറയുന്നത്? അപ്പോൾ അതെ, അന്ന് അങ്ങനെയാണ് സംഭവിച്ചത്. എന്നിട്ട് എന്തുണ്ടായി ചോദിക്കും. ദേ ഇവിടെയാണ് അലീന ചേച്ചി ബോധം കെട്ട് കഴിഞ്ഞത്. എന്നിട്ട് അവർ രണ്ടുപേരും അലീന ചേച്ചി ബോധം കെട്ടുമെന്ന് കണ്ടപ്പോഴേക്കും ഒളിച്ചു. അവർ ഓടി രക്ഷപ്പെട്ടു. ഈ തറ മുഴുവനും ബ്ലഡായിരുന്നു. എന്നിട്ട് എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് ചോദിക്കും. അപ്പുറത്തെ വീട്ടിലൊരു പട്ടിക്കുട്ടിൻ്റെ ആ പട്ടിക്കുട്ടി ഡോക്ടർ ശർമ്മനെ വിളിച്ചു വന്നു എന്ന് പറയും. ഡോക്ടർ പോയി വിളിച്ചു എന്നോ പട്ടിയോ എന്ന് ചോദിക്കും കേട്ടോ. മാലതിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതെ, അലീന ചേച്ചിയും ആ പട്ടിക്കുട്ടിയും തമ്മിൽ നല്ല സ്നേഹമാണ്. ആ പട്ടിക്കുട്ടി പോയിട്ടാണ് ഡോക്ടറെ വിളിച്ചിട്ട് വന്നത്. അപ്പോൾ തന്നെ ഡോക്ടർ ആംബുലൻസ് വിളിച്ച് അലീന ചേച്ചി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അങ്ങനെയാണ് അലീന ചേച്ചി രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ഇവിടെ കിടന്ന് ചോര വാർന്ന് അലീന ചേച്ചി മരിച്ചു പോയേനെ എന്ന് പറയും. അപ്പോൾ മാലതി ചോദിക്കുന്നുണ്ട്, ഇതൊക്കെ വൈജിക്ക് അറിയുമെന്ന് ചോദിക്കുന്നുണ്ടേ. അറിയാം, എല്ലാതും അറിയാം. പക്ഷേ എങ്കിലും അലീന ചേച്ചി എന്നെ എപ്പോഴും അമ്മ ദ്രോഹിച്ചുകൊണ്ടിരിക്കും. അമ്മായിമ്മമാർ വരെ തോറ്റുപോകും അമ്മയുടെ പോരിന് മുന്നിൽ എന്ന് കൃഷ്ണമോള് പറയുകയാണേ. എന്നിട്ട് പറയും, എപ്പോഴും അച്ഛനെയും അലീന ചേച്ചിനെയും കൂടി ഒരേ കുനിഷ്ട് പറഞ്ഞുകൊണ്ടിരിക്കും അമ്മ കാരണമാണ് ഇപ്പം അലീന ചേച്ചി പോകാൻ നിൽക്കുന്നത്. അലീന പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞു കേട്ടല്ലോ. എത്രയെന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ ഇങ്ങനെ സഹിച്ച് നിൽക്കുക. ഞാനായിരുന്നെങ്കിൽ എന്നേ പോയേനെ
എന്ന് പറയും. അപ്പോഴേക്കും അലീന വരികയാണേ. അപ്പോൾ അലീന ഗംഗാധരനും മാലതിക്കുള്ള ലൈം ജ്യൂസ് കൊണ്ടുവന്ന് ഇങ്ങോട്ട് അങ്ങോട്ട് കൊണ്ടുവരണോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, അവിടെ വെച്ചോ, ഞങ്ങൾ കുടിച്ചോളാന്ന് പറയും. അങ്ങനെ അത് വെച്ച് അലീന പോകുന്നതൊക്കെ ഗംഗാധരനും മാലതി ഇങ്ങനെ അലീന തന്നെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ കൃഷ്ണമോൾ ഇങ്ങനെ ആകെ വിഷമിച്ച് നിൽക്കണാകുമ്പോൾ ഗംഗാധരനും മാലതി ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് കൊണ്ടുവന്നിട്ട് കൃഷ്ണമോൾ അവിടെ ബാക്കി വെച്ച ലൈം ജ്യൂസ് എടുത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് മോള് കുടിക്കി, വിഷമിക്കൊന്നും വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ട് ആശ്വസിപ്പിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് ഗോവർദ്ധൻ വരികയാണ് ബാലേന്ദ്രനെ കാണാനായിട്ട്. അങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കുകയാണ്, നീ ഇവിടെ ഇരിക്കി, എന്താ ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞത് എന്ന് ചോദിക്കും. അപ്പോൾ ഗോവർദ്ധൻ പറയാണ്, അന്ന് ബാലേട്ടൻ ആരോടും പറയാണ്ട് പോയിട്ട് പിന്നെ ഫോൺ വിളിച്ചിട്ട് പോയി കിട്ടിയില്ല, എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ എന്തിനാണ് സംസാരിക്കുന്നത്, 2 ദിവസം മുമ്പുള്ള കാര്യത്തെക്കുറിച്ചല്ല പറയാനുള്ളത്, അതൊക്കെ കെട്ടി വെച്ചിട്ട് വയ്ക്കാം, സമയം കിട്ടുമ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം, ഇപ്പം തൽക്കാലം ഇന്നത്തെ കാര്യം പറയും, ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഇപ്പം എന്താണ് പറയാനുള്ളത്, പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്ന് പറയും. ജ്വല്ലറി തുറന്നിട്ടില്ലേ? തുറന്നിട്ടുണ്ട്. ടെക്സ്റ്റൈൽസോ? അതും തുറന്നിട്ടുണ്ട്. മെറ്റൽസ് തുറന്നിട്ടുണ്ടോ? അതും തുറന്നിട്ടുണ്ട്. അപ്പം എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ പോകുന്നില്ലേ എന്ന് ചോദിക്കും. അതുണ്ട്. അപ്പോൾ ഞാൻ മരിച്ചാലേ ഒരു ദിവസത്തെ ലീവ് എല്ലാവർക്കും കൊടുത്തേക്ക് എന്ന് പറയും കേട്ടോ. അപ്പോൾ ബാലേട്ടാ ഒന്ന് വിളിക്കാം കേട്ടോ. എടോ ഇല്ല, ഞാൻ മരിക്കുന്നല്ല, അപ്പോൾ തൽക്കാലത്തേക്ക് അതൊന്നും സാഹചര്യം ഇല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അങ്ങനെ ചിലപ്പോൾ സംഭവിക്കാമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഗംഗാധരനല്ല, നമ്മുടെ ഗോവർദ്ധൻ പറയുകയാണേ, അതെ ഈ ബാലേട്ടന് ഒപ്പുണ്ട 1-2 ചെക്കും ഡോക്യുമെൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒപ്പിടാടോ, 2 ദിവസം കഴിയട്ടെ, എന്തായാലും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്, വേണമെങ്കിൽ വീട്ടിൽ പോകാം, പക്ഷേ എനിക്ക് റെസ്റ്റ് വേണമല്ലോ, അപ്പോൾ തൽക്കാലം ഞാൻ തന്നെയാണ് പറഞ്ഞത് ഇവിടെ കിടക്കാന്ന്, എന്തായാലും കുറച്ച് ദിവസം ഇവിടെ കിടക്കട്ടെ, വീട്ടിൽ വന്നിട്ട് ഇനിയിപ്പോൾ പ്രശ്നമൊന്നും വേണ്ടല്ലോ എന്ന് പറയട്ടോ. അപ്പോൾ ഗോവർദ്ധൻ പറയാണ്, വൈജയന്തി ചേച്ചി പുറത്ത് നിൽക്കുന്നുണ്ട്, വൈജയന്തി ചേച്ചിക്ക് ബാലേട്ടനെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, വന്ന് കാണാനായിട്ട് എന്ന് പറയുമ്പോഴേക്കും ബാലേന്ദ്രൻ പറയുകയാണേ, വീട്ടിൽ വന്നിട്ട് തല്ലിടിച്ചാൽ പോരെ, ഇവിടെ നിന്ന് വേണോ തല്ലിടുത്തോ എന്ന് ചോദിക്കാണ്. അയ്യോ അങ്ങനെ വിചാരിച്ചിട്ടല്ല എന്ന് പറയുകയാണെ. അപ്പോൾ എനിക്കിപ്പോൾ റെസ്റ്റല്ലേ വേണ്ടത്. അതെ. അപ്പോൾ അവളുടെ വിഷമത്തിനാണ് മുൻതൂക്കം, എൻ്റെ ആരോഗ്യത്തിനാണ് മുൻതൂക്കം. അയ്യോ ബാലേട്ടൻ്റെ ആരോഗ്യത്തിന് തന്നെയാണ് മുൻതൂക്കം, ബാലേട്ടനല്ലേ ഇപ്പോൾ വയ്യാത്തത്. എങ്കിൽ പിന്നെ അത് പറഞ്ഞാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പം സംസാരിക്കണ്ട. താൻ ചോറൊന്നും ചോദിക്കട്ടോ. ഇല്ല, ഞാൻ കിട്ടിയ തിരി നേരത്തിന് പോകുന്നതാണെന്ന് പറയട്ടോ. താനിപ്പോൾ എന്തായാലും തൽക്കാലം പോയി ചോറിനെ, ഞാൻ എഴുന്നേക്കുന്ന വരെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടത് താനാണ്, തൻ്റെ ഉത്തരവാദിത്തമാണെന്ന് പറയട്ടോ. പിന്നെ എൻ്റെ പെങ്ങളുണ്ടല്ലോ സുനന്ദ, അവളോട് ഓടിപ്പിടിച്ച് ഇങ്ങോട്ട് വരണ്ടാന്ന് പറയും. വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ കാണാൻ സമ്മതിച്ചില്ല, അതുകൊണ്ട് തിരിച്ചു പോയി. അത് കുഴപ്പമില്ല, അറ്റാക്കല്ലേ, കാലിൻ്റെ വിരലെ നഖമൊന്നും വിട്ടുപോയതല്ലല്ലോ, അതുകൊണ്ടായിരിക്കും കാണാൻ സമ്മതിക്കാഞ്ഞത്. താനിപ്പോൾ എന്തായാലും പൊക്കോ, പോയി ഭക്ഷണം കഴിക്കാൻ പറ്റും, ഗോവർദ്ധനെ പറഞ്ഞയക്കും. ഈ സമയത്ത് വൈജയന്തി അവിടെ ഇങ്ങനെ ക്ഷമ കെട്ടിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടേക്കും മനുവും ഗോവർദ്ധനും കൂടെ വരികയാണ്. എന്തായി, പാലേട്ടനെ കണ്ടു ചോദിക്കും. കണ്ടു. സംസാരിച്ചു? കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല കുഴപ്പമൊന്നുമില്ല, സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ എന്നോട് സംസാരിക്കാൻ മാത്രമാണല്ലേ കുഴപ്പം? വഴി പോകുന്നവർക്കൊന്ന് മുഴുവനും കാണാം, പെങ്ങളെ ഭർത്താവിന് കാണാം, മക്കൾക്ക് കാണാം, എല്ലാവർക്കും കാണാം, എനിക്ക് മാത്രം കാണാൻ പറ്റില്ല, വൈജയന്തിക്ക് മാത്രം ഭ്രഷ്ട്. എന്താ സംഭവിക്കുന്നത് എന്ന് വൈജയന്തി ഇങ്ങനെ ഗോവർദ്ധനോടും മനുവിനോടായിട്ട് ചോദിക്കുകയാണേ. അപ്പം മനു ഗോവർദ്ധനോട് പറയും, അങ്കിള് പൊക്കോ എന്ന് പറയും. അങ്ങനെ ഗോവർദ്ധൻ അവിടെ നിന്ന് പോവുകയാണേ. അപ്പോൾ വൈജയന്തി ഇങ്ങനെ മനുവിൻ്റെ അടുത്ത് ചെന്ന് ചോദിക്കും, മനു എന്താ അതിൻ്റെ അർത്ഥം, എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല, എന്താണ് നടക്കുന്നത്, എന്തുകൊണ്ട് എന്നെ മാത്രം കാണാൻ അനുവദിക്കാത്തത് എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ മനു പറയുന്നുണ്ട്, എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല ആൻറ്റി, എനിക്കിപ്പോൾ ആകെ ഒരു കാര്യമേ ഉള്ളൂ, അങ്കിളിന് വേഗം സുഖാവണം, ഒരു കാര്യം മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ, അതുകൊണ്ട് ആൻറ്റി തൽക്കാലത്തേക്ക് ഒന്ന് അടങ്ങിയിരിക്കണം, അലമ്പുണ്ടാക്കരുത്, അലങ്കോലപ്പെടുത്തരുത് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് മനു അവിടെ നിന്ന് ഒരു ദേഷ്യത്തോട് കൂടിയിട്ടാണോ വിഷമത്തോട് കൂടിയിട്ടാണോ അങ്ങനെ ഇറങ്ങിപ്പോകാണ് കേട്ടോ. ഇത് വൈജയന്തിക്ക് ശരിക്കും ഒരു വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കാണ് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ കാണാനും സമ്മതിക്കുന്നില്ല, മനു ആണെന്നുണ്ടെങ്കിൽ അതും കറക്റ്റായിട്ടുള്ള മറുപടി പറയുന്നില്ല. മനു അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. അങ്ങനെ ടെൻഷൻ അടിച്ച് വിഷമിച്ച് വൈജയന്തി അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ബാഗൊക്കെ പാക്ക് ചെയ്യാണ് കൊല്ലപ്പള്ളിയിലേക്ക് പോകാനായിട്ട് മാലതിയും ഗംഗാധരനും. അപ്പോൾ ലൈം ടീയും കൂടി കൊണ്ടുവരും കേട്ടോ. അപ്പോൾ ഗംഗാധരൻ പറയും, അലീനരെ ഭക്ഷണം കഴിച്ച് വയറിൽ സൂചി കുത്താൻ പോലും സ്ഥലമില്ലാണ്ട് നിൽക്കുമ്പോഴാണോ ലൈം ടീ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് നോക്കിട്ടോ. എന്തായാലും കൊള്ളാം, ഭക്ഷണം അടിപൊളിയായിരുന്നു, സദ്യ കഴിച്ച ഫീലായിരുന്നു, എന്തായാലും പായസം മാത്രമില്ല, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ലൈം ടീ കുടിച്ച് നോക്കിയിട്ട് സൂപ്പർ, മാലതി ഒന്ന് കുടിച്ച് നോക്കിയേ, ഇത് സ്പെഷ്യൽ ലൈം ടീ ആണ് കേട്ടോ, കൊള്ളാം മോളെ കൊള്ളാം എന്ന് പറയട്ടോ, താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണേ. അതിന് ശേഷം മാലതി ചോദിക്കുകയാണ്,
മോളോട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ എന്ന് പറയട്ടോ. അപ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് കഴക്കൂട്ടത്തേക്ക് അന്ന് അച്ഛനല്ലേ മോളെ സെലക്ട് ചെയ്യാനായിട്ട് വന്നത് ചോദിക്കും. അപ്പോൾ അപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. മോള് ഇതിന് മുമ്പ് അച്ഛൻ അവിടെ വന്നിട്ടുള്ളതായിട്ട് അറിയുമെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഇല്ല, അറിയില്ല. അന്നാണോ ആദ്യമായിട്ട് അച്ഛനെ കണ്ടത്? അതെ. അപ്പോഴാണോ അച്ഛൻ പറഞ്ഞത് ഇങ്ങനെ അമ്മേനെ നോക്കാനായിട്ട് ആളെ വേണമെന്ന്? എന്നോട് അങ്ങനെയൊന്നും പറഞ്ഞില്ല. പിന്നെ എന്നെ കാണാനായിട്ടല്ല വന്നത്, ബ്രിജിത്ത മമ്മിനെ കാണാനായിട്ടാണ് വന്നത്. അപ്പോൾ എന്നെ കണ്ടപ്പോൾ സംസാരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ബ്രിജിത്ത മമ്മിനോടാണ് മുത്തശ്ശിനെ നോക്കാൻ ആൾ വേണമെന്ന് പറഞ്ഞതെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഗംഗാധരനും ഇങ്ങനെ ചോദിക്കുകയാണ്, ഇതിനു മുമ്പ് അച്ഛൻ അവിടെ വന്നിട്ടുള്ളതായിട്ട് എന്തെങ്കിലും ഒരു അറിവ് അലീനയ്ക്ക് ഉണ്ടോ എന്ന് ചോദിക്കും. ഇല്ല, എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ ആരാണ് അലീനയെ അവിടെ നിന്ന് വന്ന് കൂട്ടിക്കൊണ്ടുവന്നത്? എന്നെ മനുവേട്ടനും ഇവിടുത്തെ സാറും കൂടിയാണ് കൂട്ടിക്കൊണ്ടുവന്നതെന്ന് പറയും. അങ്ങനെയാണല്ലേ എന്ന് നോക്കി കേട്ടോ. അപ്പോൾ അതിനോട് കുത്തി കുത്തി കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗംഗാധരനും അതുപോലെ തന്നെ മാലതിയും കൂടിയിട്ട്. അപ്പോൾ അലീനയാണെന്നുണ്ടെങ്കിൽ തനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയുകയാണ്. അപ്പോൾ അലീനയ്ക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് പോയാൽ മതി എന്നങ്ങനെ ഇങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ. കാരണം ഇവർ അനാഥാലയത്തിൽ കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ അലീന അനാഥാലയം ഉപേക്ഷിച്ച് പോന്നു. അയ്യോ, ഞാൻ ഉപേക്ഷിച്ച് പോകുന്നതൊന്നുമല്ല, അനാഥാലയം നിർത്തി, ബ്രിജിത്താമ്മ മരിച്ചതിന് ശേഷം ആരും ഇല്ലാതായപ്പോൾ നിർത്തിയതാ ആണല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഡീറ്റെയിൽസൊക്കെ അവരന്വേഷിക്കും കേട്ടോ. അങ്ങനെ അലീന അവിടെ നിന്ന് പോകും. അങ്ങനെ മുത്തശ്ശിനോടും കൂടെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടി ഗംഗാധരനും മാലതി അവിടേക്ക് വരികയാണ്. അപ്പോൾ അലീനയും കൂടി ഉണ്ട് കേട്ടോ. നിങ്ങൾ ഇങ്ങോട്ടാന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോകുക, അത് കഴിഞ്ഞ ശേഷം കൊല്ലപ്പള്ളിലേക്ക് പോകും. കൊല്ലപ്പള്ളിലേക്ക് പോയിട്ട് ഇങ്ങോട്ട് വരില്ലേ? ഇല്ല, കൊല്ലപ്പള്ളി നിൽക്കട്ടെ, അതല്ലേ തറവാട്. തറവാടെന്ന് പറഞ്ഞപ്പോൾ ഒരു കെട്ടിടല്ലേ, അതല്ലേ ഉള്ളൂ. ഞാനല്ലേ നിൻ്റെ അമ്മ ഇവിടെ അല്ലേ ചോദിക്കും. എന്തായാലും ഒരു ദിവസം അവിടെ നിന്നിട്ട് നാളെ വരാം അമ്മേ, ഞങ്ങൾ എന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. ബാലേന്ദ്രൻ എന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് വരട്ടെ, അത് കഴിഞ്ഞതിന് ശേഷമൊക്കെ ഞാനിവിടുന്ന് പോകുന്നുള്ളൂ. നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഇതേ ഈ പെൺകുട്ടിയുടെ കാര്യം വൈജയന്തിയോടൊന്ന് കാര്യമായിട്ട് പറയണേ. എന്നെ ഈ കുട്ടി നോക്കുന്നത് പോലെ വേറെ ഒരാളും നോക്കൂല. എന്നെ എത്ര നന്നായിട്ടാണെന്നറിയോ ഇവിടെ നോക്കുന്നത്. എന്നിട്ടിപ്പോൾ ഇവിടെ പോകാൻ പോകുക എന്ന് പറയേ. അപ്പോൾ ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, അലീന പോകും എന്നുള്ളത് തീരുമാനിച്ചോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ പോകും സാറേ, ഞാൻ എന്തിനാണ് വെറുതെ ഇത്രയും അപമാനിക്കപ്പെട്ട് ഇങ്ങനെ ഇവിടെ നിൽക്കുന്നത്? എന്നെ കണ്ടുകൂടാ, വന്ന് അന്ന് തുടങ്ങിയിട്ടുള്ളതാണ്, കൂടുന്നതല്ലാണ്ട് കുറഞ്ഞിട്ടില്ല ഇതുവരെ എന്ന് പറയാനേ. അങ്ങനെ അലീന അവിടെ നിന്ന് പോകും. പോയി കഴിയുമ്പോൾ മാലതി വാതിലടച്ചിടാണേ. എന്നിട്ട് ഗംഗാധരൻ വന്നിട്ട് മുത്തശ്ശിയോട് ചോദിക്കുകയാണ്, അമ്മയോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറയും. അന്ന് വൈജ പ്രസവിച്ച കുട്ടി മരിച്ചെന്നല്ലേ പറഞ്ഞതെന്ന് ചോദിക്കും. അതെ, വൈജയോട് അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അവൾ അങ്ങനെ തന്നെ വിശ്വസിക്കുകയും ചെയ്തു. പക്ഷെ ആ കുട്ടീനെ ഏത് അനാഥാലയത്തിലാണ് ഏൽപ്പിച്ചതെന്ന് ചോദിക്കും. അത് നാഗർകോവിലുള്ള ഒരു അനാഥാലയത്തിലാണ് ഏൽപ്പിച്ചതെന്നാണ് പറഞ്ഞത്. ആര്? അച്ഛനാണ് അങ്ങനെ പറഞ്ഞത്? അച്ഛനല്ല, രാവുണ്ണിയേട്ടനാണ് അങ്ങനെ പറഞ്ഞത്. രാവുണ്ണിയേട്ടനല്ലേ അന്ന് ആ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തത് എന്ന് മുത്തശ്ശി പറയുകയാണേ. അപ്പോൾ ഗംഗാധരൻ ചോദിക്കുകയാണ്, അച്ഛൻ കഴക്കൂട്ടത്ത് അലീനെ കാണാനല്ലാതെ വേറെ ഏതെങ്കിലും ദിവസം പോകുന്നത് അമ്മയ്ക്കറിയോ? ഇല്ല, അന്ന് മാത്രം പോയിട്ട് എന്നെ വിളിച്ച് പറഞ്ഞു, സൗദേ നിന്നെ നോക്കാൻ നല്ലൊരു കുട്ടീനെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അത്രേ എന്നോട് പറഞ്ഞുള്ളൂ. എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിക്കൂട്ടോ. ഒന്നുമില്ല എന്ന് പറയും. അപ്പോൾ മുത്തശ്ശി പറയും, അതല്ല, എന്തോ കാര്യമുണ്ട് എന്ന് പറഞ്ഞ് മുത്തശ്ശി ഇങ്ങനെ ടെൻഷൻ അടിച്ച് നോക്കി നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.